ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശി ഡി മണിക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ക്ലീൻ ചിറ്റ്. സ്വർണ്ണ കവർച്ചയിൽ മണിക്ക് പങ്കില്ല എന്ന് SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. മണിക്കെതിരെ മൊഴി നൽകിയ വിദേശ വ്യവസായിയും മണിയും തമ്മിലുള്ള ബന്ധത്തിന് തെളിവില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങൾ നൽകുന്നു ആന്റണി ജിസ് ജോർജ്. തീർച്ചയായും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഒരു നിർണായകമായ വെളിപ്പെടുത്തലായിരുന്നു രമേശ് ചെന്നിത്തല നടത്തിയത്. അതായത് ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ട്, അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന് ബന്ധമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വിദേശ വ്യവസായിക്ക് ഈ വിവരങ്ങൾ അറിയാം, അദ്ദേഹം മൊഴി നൽകുമെന്ന് ആദ്യം രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയിരുന്നു. പിന്നീടാണ് ഈ വിദേശ വ്യവസായി SITക്ക് മുന്നിലെത്തി മൊഴി നൽകിയത്. ആ മൊഴിയിലാണ് ഇങ്ങനെ മണി എന്ന് പറയുന്ന ആളെ കുറിച്ച് ഒരു പരാമർശം ആദ്യം വരുന്നത്. മണി ഇങ്ങനെ തിരുവനന്തപുരത്ത് വെച്ച് ഈ ഒരു വണ്ടി നിറയെ പണവുമായി മണി എത്തി. അവിടെ നിന്ന് ചില പഞ്ചലോഹ വിഗ്രഹങ്ങളടക്കം കൊണ്ടുപോയി. അത് താൻ കണ്ടു, ഇങ്ങനെ മൂടിയിട്ട നിലയിൽ കണ്ടു എന്നുള്ള ഒരു മൊഴി ഈ വിദേശ വ്യവസായി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മണിയെ കുറിച്ച്, തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശിയായ മണിയെ കുറിച്ച് ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിക്കുന്നത്. അങ്ങനെ അന്വേഷിച്ച ആദ്യം ചെന്നൈയിലും പിന്നീട് വിശദമായ അന്വേഷണത്തിൽ ദിണ്ടിക്കലിലുള്ള വ്യാപാരിയാണ് ഈ MS മണി എന്ന് പറയുന്ന ഡി മണി എന്നുള്ളത് കണ്ടെത്തി. അങ്ങനെ മണിയുടെ മൊഴി അടക്കം പോലീസ് അവിടെ എത്തി രേഖപ്പെടുത്തുകയും പിന്നീട് ഈ ഇഞ്ചക്കലിലെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി മണിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് SIT ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഈ മണിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. മണിക്ക് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് തെളിയിക്കാനായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മണി തിരുവനന്തപുരത്ത് എത്തി എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അത് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയാണ്, അല്ലാതെ ഈ വ്യവസായി പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള കള്ളക്കടത്തിന്റെ ഭാഗമായി അല്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ മണിയുടെ മൊഴി, അതുപോലെ തന്നെ ഈ ഫോൺ വിവരങ്ങൾ, അങ്ങനെ എല്ലാം വിശദമായി തന്നെ അന്വേഷിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മണിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള, അല്ലെങ്കിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തെ എത്തിച്ചിരിക്കുന്നത്. അത് റിപ്പോർട്ടായി ഇപ്പോൾ നൽകുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ മണിയെ സംശയിക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ മൊഴിക്കൊപ്പം തന്നെ മണിക്ക് ഇത്തരത്തിൽ ചില ഇടപാടുകൾ ഉണ്ട് എന്നുള്ളൊരു വിവരമൊക്കെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. മാത്രമല്ല ഇയാൾക്ക് 3 മൊബൈൽ ഫോണുകളാണ് ഉള്ളത്, ആ നമ്പറുകളാണുള്ളത്. ആ നമ്പറുകൾ ഒന്നും തന്നെ ഇയാളുടെ പേരിലല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത്രയും വലിയ ഒരാൾക്ക് ഇങ്ങനെ സ്വന്തം പേരിൽ നമ്പർ ഇല്ല എന്നത് അടക്കമുള്ള ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഡി മണി എന്നറിയപ്പെടുന്ന MS മണി, ദിണ്ടിഗലിലുള്ള മണിയിലേക്ക് എത്തുന്നതും മണിയെ ചോദ്യം ചെയ്യുന്നതും. ഏതായാലും ഇപ്പോൾ മണിക്ക് ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അത് അവർ റിപ്പോർട്ടായി ഇപ്പോൾ ഹൈക്കോടതിയിലും നൽകിയിരിക്കുന്നു. ശരി, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശി ഡി മണിക്ക് പ്രത്യേക അന്വേഷണ സംഘം ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു. സ്വർണ്ണ കവർച്ചയിൽ ഡി മണിക്ക് പങ്കില്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മണിക്കെതിരെ മൊഴി നൽകിയ വിദേശ വ്യവസായിയും മണിയും തമ്മിലുള്ള ബന്ധത്തിന് തെളിവില്ല എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിന്റെ പുരോഗതിക്കിടയിൽ നിർണായകമായിട്ടുള്ള ഒന്നാണ് ഈ റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണ കവർച്ച കേസ്